ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് ഞങ്ങൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈഫ് മിഷൻ വീടുകളുടെ അടുത്ത് നിന്നും ഇറങ്ങി ഈ കാണുന്ന ബൈപ്പാസുകളിലൂടെ കയറി സുന്ദരമായ മലയോര റോഡുകളിലൂടെ സഞ്ചരിച്ച് തീരദേശ റോഡുകളിൽ എത്തുമ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഈ തുറമുഖം കണ്ട് അവരുടെ സന്തോഷവും കണ്ട് കേരളത്തിലെ മലയോര റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്ര സുന്ദരവും സുരക്ഷിതവുമായ യാത്രയാണെന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡുകളെല്ലാം ഒരുപാട് മെച്ചപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടുണ്ടാവുന്നത് കൊണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ റോഡുകളെല്ലാം മെച്ചപ്പെട്ടിട്ടുണ്ടാകുന്നത്. ഈ ഉള്ള ഏരിയകളിലൊക്കെയുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള റോഡുകളൊക്കെയും ഏകദേശം എല്ലാം വൃത്തിയായി കഴിഞ്ഞു. അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓരോ പദ്ധതികളുണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതെല്ലാം കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ഈ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ മതി, അല്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് ഈ പ്രഷർ കുക്കറുടെ വിസിലിൻ്റെ അത്രയും മാത്രം സഞ്ചരിച്ചിട്ട് അത് അങ്ങനെ ചെയ്യുന്നില്ല ഇതിങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പം ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് സഞ്ചരിച്ച് നോക്കും, നമുക്ക് കാണാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം, ഈ നാടിനെ എല്ലാം ഒന്നും വൃത്തിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഒന്നും നന്നാക്കിക്കൊണ്ട് ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആരും എല്ലാത്തിലും പൂർണ്ണരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മളൊന്ന് മനസ്സിലാക്കണം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഈ കൊച്ചി വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആ യാത്രക്കിടയിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മ വന്നത്, വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിമറിച്ചിട്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പുസ്തകം അതിൻ്റെ വിതരണം നടക്കുന്നത് എത്രയോ താമസിച്ചിട്ടായിരുന്നു. ഇത് ഒരു രാഷ്ട്രീയം വെച്ചിട്ട് പറയുമൊന്നുമല്ല, നേരത്തെ നടന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടികൾ ജയിച്ചോ തോറ്റോ എന്ന് അറിഞ്ഞതിന് ശേഷം ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്താൽ പോലെ. എനിക്ക് പറയാനുള്ളത്, ഈ പാഠപുസ്തക അച്ചടി വിതരണം ജയിച്ചോ തോറ്റോ എന്നുള്ളതിലല്ല. കാരണം ഈ പുസ്തകം കാലാകാലങ്ങളിൽ ഒരു സിലബസ് ഉണ്ട്, ഒരു കരിക്കുലം കമ്മിറ്റി ഉണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അത് നേരത്തെ അച്ചടിച്ച് വെച്ചിട്ട് ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇന്നാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാതലായ മാറ്റം. ഈ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇറങ്ങി വന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം കലോത്സവ വേദിയിലൊക്കെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാലൊക്കെ സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നു. ജനങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിയാം. എന്തുടായ്പ നടത്തിയാലും അവർ കൃത്യമായി കൈയോടെ പൊക്കുന്നൊരവസ്ഥയാണ്. അതിപ്പം ഏത് കാര്യത്തിലാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ മറ്റൊരു കാര്യമാണ് ഈ ലോകോത്തരമായ മാതൃകയിൽ നിൽക്കുന്ന കുടുംബശ്രീ. അതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ വകുപ്പുകൾക്കെല്ലാം ഒരുപാട് ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഫിഷറീസ് വകുപ്പിന് വേണ്ടിയിട്ട് സാഫ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, സൊസൈറ്റീസ് അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ. ഈ തീരപ്രദേശത്തെ സ്ത്രീകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഏജൻസി തന്നെ. അതായത് 2005 ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു ഏജൻസിയാണ്. അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്. ആ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷറീസ് വകുപ്പിലെ തന്നെ ജോയിൻറ്റ് ഡയറക്ടറാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് മാറിയിട്ടുള്ളത്. അവിടെ നിരവധി പദ്ധതികളാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു 10 ദിവസം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു 5 യൂണിറ്റ് വെച്ച് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡോക്യുമെൻറ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്രയോ സ്ത്രീകൾ ജോലി ചെയ്ത് അതിൻ്റെ വിഷ്വൽസൊക്കെ ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹോട്ടൽ, ഹോം സ്റ്റേയും അതുപോലെ തന്നെ ബുട്ടീക്കുകൾ, തുണിക്കടകൾ, ഒത്തിരി ബ്യൂട്ടി പാർലറുകൾ, പിന്നെ കടലിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് വന്ന് വിൽക്കുവാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നു, JLG ഗ്രൂപ്പുകൾ, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും എനിക്ക് പറയാനുള്ളത്, ഈ ജാഥകൾ നടത്തിയപ്പം കുറേ പേര് ഈ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയാമെന്ന് കരുതിയത്. അവരെ നോക്കി കളിയാക്കി ചിരിക്കുക. അപ്പം ഞാനും നേരത്തെയൊക്കെ ചിരിച്ചിട്ടുണ്ടായിരിക്കാം, അതുപോലെ പലരും ചിരിക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവരാരും ഇല്ലാതാവുകയാണെങ്കിൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാവുകയാണെങ്കിൽ, ഉറപ്പായിട്ട് ഞാൻ പറയാം, ഇവിടെ അരക്ഷിതാവസ്ഥ വരും. മുതലാളിത്ത വ്യവസ്ഥയിലൂടെ ഹിപ്പോക്രാറ്റുകളും ബ്യൂറോക്രാറ്റുകളും ഒരുപോലെ പ്രവർത്തനം തുടങ്ങും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാടെ മറന്നു പോകേണ്ട ഒരു അവസരം, പിന്നെ എല്ലാം ചടങ്ങുകളായിട്ട് മാറും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ഈ ഡെമോക്രസിയിൽ 4 സംഗതികളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അത് ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് മീഡിയ. ഈ 4 സംഗതിയും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ജനാധിപത്യ അല്ലെങ്കിൽ ഡെമോക്രസി സംവിധാനം. അതായത് 4 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മീഡിയ. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ്, ഡിബേറ്റിംഗ് ആൻഡ് പാസിംഗ് ലോസ് ആസ് വെൽ ആസ് മാനേജിങ് ദ നാഷണൽ ബഡ്ജറ്റ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഈ
ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും കഴിഞ്ഞാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ജുഡീഷ്യറി. ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി ദാറ്റ് ഇൻ്റർപ്രറ്റ്സ് ലോ, സെറ്റിൽസ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് സിറ്റിസൺസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. അതുപോലെ തന്നെ മീഡിയ നാലാമത്തെ സ്ഥാനമാണ്, ഫോർത്ത് പില്ലറാണ് മീഡിയ. ആ ഒരു മീഡിയയുടെ ഭാഗമായിട്ട് നിന്നാണ് ഞാനും ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ട് ആസ് ദ ഫോർത്ത് പില്ലർ ബൈ പ്രൊവൈഡിങ് ട്രാൻസ്പെറൻസി, ഇൻഫോമിങ് ദ പബ്ലിക് ആൻഡ് ഹോൾഡിംഗ് ദ അതർ 3 ബ്രാഞ്ചസ് അക്കൗണ്ടബിൾ. ശരിക്കും പറഞ്ഞാൽ ഒരു വാച്ച് ഡോഗിനെ പോലെ നിന്നിട്ട് ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് മീഡിയ. അപ്പം ഇപ്പോൾ കുറേ പേര് ചോദിക്കും, മീഡിയയുടെ അവസ്ഥയൊക്കെ മാറിയിട്ടില്ലേ, ഇതൊരു ബിസിനസ് ആയിട്ടില്ലേ എന്നൊക്കെ. എല്ലാം ഒന്നും അങ്ങനെ ആയിട്ടൊന്നുമില്ല. ഇതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന കൃത്യമായ മീഡിയകളെല്ലാം ഈ നാട്ടിലുണ്ട്. മാത്രമല്ല ജനങ്ങളാണ് ഏറ്റവും വലിയ മീഡിയ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ വന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ഒരു സോഷ്യൽ അനാർക്കി ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയിലുള്ള യുവതിയുവാക്കൾ കൂടുതലായി ഈ രാഷ്ട്രീയ സംവിധാനങ്ങളും ജനങ്ങളുടെ അവസ്ഥകളും കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. രാഷ്ട്രീയ മീമാംസ കോഴ്സുകളോ നരവംശാസ്ത്രമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഈ കാര്യങ്ങൾ, പൊതുജനങ്ങളുമായി സമ്പർക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ നാട് ഇനിയും മുന്നേറാൻ പറ്റും. ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ തന്നെയുണ്ട്, പക്ഷെ നമ്മളത് കണ്ടുപിടിക്കുന്നില്ല, പുറകെ പോകുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. ഇപ്പം ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നത്, ഈ കൊല്ലം ജില്ലയിൽ തന്നെ കൊട്ടാരക്കരയിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ കൊട്ടാരക്കരയിൽ കമ്മ്യൂൺ പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട CM ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഇരുന്നുകൊണ്ട് ഹോളണ്ടിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് എവിടത്തേന് വേണമെങ്കിലും ജോലി ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അത് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾക്കും പറയാനുള്ളത്, ഞാനിരുന്ന് ഈ സീറ്റിൽ നിന്ന് പറയുന്നത്, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ യുവ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായിട്ട് 2021 സെപ്റ്റംബർ 6 ബഹുമാനപ്പെട്ട CM ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്ത സഹകരണ സംഘം മീഡിയ പ്രൊഡക്ഷൻ ഹൗസ് ഏഷ്യയിലെ ആദ്യത്തെ യുവ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നിരവധി പദ്ധതികളും പ്രോജക്റ്റുകളും എല്ലാം അടുത്ത് കാണാനും കൂടുതൽ സഹകരിക്കാനും ഒക്കെ നിന്ന്, ഇപ്പോൾ നേരത്തെ മാധ്യമ മേഖലയിലൊക്കെ നിന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഈ യുവ സമൂഹം അത് അറിയുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. ഇനി ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ അതെല്ലാം കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടി വരത്തില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല നമ്മുടെ ഈ ജാഥകളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് അറിയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു. നന്ദി, നമസ്കാരം.